ഹായ് ഡിയേഴ്സ്, എല്ലാവരും ഹാപ്പി അല്ലേ? വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെൺപൊങ്കലാണ്. അതിന് 1 കപ്പ് പച്ചരി, 4 ടേബിൾ സ്പൂൺ ചെറുപയർ പരിപ്പ് ഇട്ട് നല്ലപോലെ ഒന്ന് കഴുകിയ ശേഷം 20 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്താൻ വയ്ക്കുക. അതിനുശേഷം വെള്ളം ഒന്ന് വാർന്നു പോവാനായി ഒരു അരിപ്പിയിലേക്ക് മാറ്റുക. ഒരു കടായി എടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച ശേഷം നമ്മൾ വെള്ളം ഊറ്റി വെച്ചിരിക്കുന്ന ആ അരിയും പരിപ്പും ഇല്ലേ, അതിലേക്കിട്ട് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഹൈ ഫ്ലെയിമിലൊന്നും ഇടണ്ട, മീഡിയം ഫ്ലെയിമിലിട്ട് തുടരെ ഇളക്കി വേണം റോസ്റ്റ് ചെയ്യാൻ. അടുത്ത അടുപ്പിൽ ഒരു കുക്കർ എടുത്ത് 6.5 കപ്പ് വെള്ളം തിളയ്ക്കാനായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 1 നുള്ളു ജീരകവും ഇട്ട് തിളയ്ക്കട്ടെ. അപ്പോഴേക്കും നമ്മുടെ അരിയും പരിപ്പും ഒന്നുകൂടി റോസ്റ്റ് ചെയ്യാം. നല്ല മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ വെള്ളവും തിളച്ചിട്ടുണ്ട്. ഈ വെള്ളത്തിലേക്ക് നമ്മൾ അരിയും പരിപ്പും റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ, അതിനിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് ഇളക്കിയ ശേഷം അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ 3 വിസിലിന് വെക്കണം. കുക്കറിലെ പ്രഷറെല്ലാം പോയ ശേഷം നമുക്ക് കുക്കർ തുറക്കാം. അപ്പം അത് ലൂസ് കൺസിസ്റ്റൻസിയിലായിരിക്കണം, അല്ലെങ്കിൽ അത് തണുക്കുമ്പോൾ ഒരുപാടങ്ങ് ഡ്രൈ ആയി മാറും. ഇനി അതിനെ കരണ്ടി വെച്ച് തന്നെ ഒന്ന് ഉടച്ചു കൊടുക്കുക. ഇനി ഒരു കടായി എടുത്ത് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യും 1.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ഒഴിക്കണം. അതൊന്ന് ചൂടായി വരുമ്പം അതിലേക്ക് 1 നുള്ളു ജീരകവും 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും ഇട്ട് നല്ല ചുവക്കെ വറുക്കുക. അതിനുശേഷം കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്ത് അതിനെയും ഒന്ന് റോസ്റ്റ് ചെയ്യണം. ഒരുപാട് അങ്ങ് കരിഞ്ഞു പോകരുത്. ഇനി അതിലേക്ക് 2 ടീസ്പൂൺ ഇഞ്ചിയും 2 പച്ചമുളക് ചെറുതായി മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും ഇട്ട് ഒന്ന് വഴറ്റുക. ഇതിലേക്ക് 1/4 ടീസ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ കുരുമുളക് ചതച്ചതും 2 നുള്ളു കായപ്പൊടിയും ഇട്ട് ഒന്ന് വഴറ്റുക. കുരുമുളക് ഒരുപാട് പൊടിഞ്ഞു പോകരുത്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് ഉടച്ച് വെച്ചിരിക്കുന്ന ചോറിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് നെയ്യൊക്കെ ചേർത്തതുകൊണ്ട് നമ്മുടെ പൊങ്കലിന് നല്ല ഗ്ലേസിങ് ഉണ്ടാവും. തിക്നെസ് കറക്റ്റ് ആകുമ്പോൾ നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്കൊരു സർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇനിയൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് തംബ്നെയിലിനുള്ള ഫോട്ടോ ഒന്ന് എടുക്കണം. നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.